അല്ല ആമയ്ക്ക് ഞാൻ തൊഴിലാളിയുടെ കാര്യം പറഞ്ഞില്ലേ, തൊഴിലാളിയുടെ കാര്യം പറഞ്ഞില്ലേ, വിദ്യാഭ്യാസ രംഗത്തെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ബി ജെ പിയുടെ ഒരു ബഡ്ജറ്റ് എന്ന് വെച്ചാൽ ഒരു BJP ടച്ച് ബഡ്ജറ്റാണ്. അപ്പം അതിൽ തൊഴിലാളികൾ കാണില്ല, പാവപ്പെട്ടവൻ കാണില്ല, സാധാരണക്കാരൻ കാണില്ല. അവിടെ പശുവും കാളയും ആമയും അതെല്ലാം ഉണ്ടാവും. അതൊക്കെയാണ് ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവും. അവരുടെയൊക്കെ നല്ല സമയം. കഴിഞ്ഞ ദിവസം ഒരു കേന്ദ്രമന്ത്രി ഒരു പശുവിൻ്റെ അടുത്ത് കാല് വീണ് തൊഴുന്നുണ്ട്. ഈ രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഈ സ്കൂൾ നന്നാക്കുന്നതിന് പകരം ഇൻഷുറൻസ് ഏർപ്പെടുത്തുന്ന പറഞ്ഞത്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇൻഷുറൻസ് ഏർപ്പെടുത്തുന്നത്. അത് നല്ലൊരു കാര്യമാണ് അദ്ദേഹം പറയാനുള്ള ഒരു മനസ്സ് അദ്ദേഹം തോന്നിയിട്ടുണ്ട്. ഇന്ത്യയിൽ ആദ്യമായിട്ട് നമ്മൾ ബഡ്ജറ്റ് പാസ്സാക്കിയാൽ നെക്സ്റ്റ് വീക്കിൽ അത് ഉദ്ഘാടനം നടത്താൻ വേണ്ടി പോവുക. 34 ലക്ഷം വിദ്യാർത്ഥികൾക്ക് അത് ഏതാണ്ട് അതിൻ്റെ കൂടാൻ വരികയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ സ്കൂളുകൾ എത്ര സ്കൂൾ നന്നാക്കിയതിനെ പറ്റി വല്ല ധാരണയുണ്ടാകും. അദ്ദേഹം എൻ്റെ കൂടെ വരട്ടെ. 5000 കോടി രൂപ മുടക്കിയിട്ടുണ്ട്. ലിഫ്റ്റുള്ള സ്കൂളിൽ കൊണ്ടുപോകാൻ ഞാൻ, AC ഉള്ള സ്കൂളിൽ കൊണ്ടുപോകാം. 45,000 സ്കൂളുകളിൽ സ്മാർട്ട് ക്ലാസ് റൂംസാണ്, അവിടെ ഞാൻ കൊണ്ടുപോകാം. ഒരു പ്രശ്നമില്ല. അദ്ദേഹത്തിന് അദ്ദേഹം എവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ ഞാൻ ചെന്ന് വിളിച്ച് അദ്ദേഹത്തിന് ഇതെല്ലാം കൊണ്ട് കാണിച്ചു കൊടുക്കാം.